നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുകയാണ്. ആദായ നികുതിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇളവ് പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ നീക്കം. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. മധ്യ ഇടത്തരം വിഭാഗക്കാർക്കായി വൻ ഇളവാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബജറ്റിൽ ഏറ്റവും ചർച്ചയാകുന്നത് വില കൂടുകയും കുറയുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ്. ബജറ്റ് പ്രകാരം നിലവിൽ വില കുറയുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മരുന്നുകൾ, മൊബൈൽ ഫോൺ, ഇലക്ട്രിക് വാഹനങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, സമുദ്ര ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയാണ് വില കുറയാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ. മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 28ലധികം ഉൽപ്പന്നങ്ങളെ ക്യാപിറ്റൽ ഗുഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ലിഥിയം ബാറ്ററിയുടെ കസ്റ്റംസ് ഡ്യൂട്ടിയും ഒഴിവാക്കിയിട്ടുണ്ട്. ലിഥിയം ബാറ്ററിയുടെ പ്രാദേശികമായ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കൂടാതെ 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ക്യാൻസർ ചികിത്സാ മരുന്നുകളും ഇതിൽ ഉൾപ്പെടും. ലിഥിയം അയൺ ബാറ്ററികളുടെ നിർമ്മാണത്തിനായുള്ള ഉൽപ്പന്നങ്ങളെ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയാൻ ഇതിടയാക്കും. ഒപ്പം തന്നെ വെറ്റ് ബ്ലൂ ലെതർ പൂർണ്ണമായും കസ്റ്റംസ് നികുതിയിൽ നിന്നും ഒഴിവാക്കിയതിനാൽ ലെതർ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. അതേസമയം പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിലുള്ളത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ഈ ബജറ്റ്. കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും തന്നെ ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല.